അല്ല, അത് CPM അറിയാതെ നടന്നൊരു കാര്യമല്ല, CPM അറിയാതെ പ്രചരിപ്പിച്ചൊരു കാര്യമല്ല, CPM അറിയാതെ ഓൺ ചെയ്യുന്ന കാര്യമല്ല. CPM ഇപ്പോഴും സംരക്ഷിക്കാനും ശ്രമിക്കുന്നത് അവർക്ക് വേണ്ടി അവരറിഞ്ഞു നടത്തിയ കാര്യമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ. എന്താണെങ്കിലും ആ പിന്നെ കാസിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അയാൾ നിരപരാധിയാണെന്നും UDFന്റെ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് ലീഗിന്റെ ഒരു ചെറുപ്പക്കാരൻ ഇത്തരത്തിലൊരു വിഭാഗീയ ശ്രമങ്ങളുടെ പുറകിലില്ല എന്നുള്ളത് വളരെ എവിഡന്റ് ആണല്ലോ. പിന്നെ ഇത്തരത്തിലുള്ള പ്രവണതകളെ ഇപ്പോഴും സംരക്ഷിക്കാൻ, ചെയ്തവരെ സംരക്ഷിക്കാൻ CPM കൊടുക്കുന്നതിന്റെ മെസ്സേജ് എന്താ? നാട്ടിലെ ജനങ്ങളെ ജാതിയുടെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാൻ ആരും ശ്രമിച്ചാലും അത് പാർട്ടിക്കാരാണെങ്കിലും അതിന്റെ കൂടെ ഉണ്ടെന്നുള്ള മെസ്സേജ് അല്ലെന്ന് വെച്ചാൽ ഇനിയും അത് ചെയ്തോ എന്നുള്ള മെസ്സേജാ. അതിനുള്ള ശിക്ഷയാണ് വടകരയിലെ ജനങ്ങൾ ഇതൊക്കെ വരുന്നതിന് മുമ്പ് കൊടുത്തത്. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കോഴിക്കോട്ടെയും കേരളത്തിലെ ജനങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ ശ്രമങ്ങളെയും ജനങ്ങൾ പരസ്യമായി, രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ട് അതിനെ ജനങ്ങൾ പണിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് പാഠം പഠിച്ചാൽ അവർക്ക് കൊള്ളാം, പഠിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അവർക്കുണ്ടാവേണ്ട പൊളിറ്റിക്കൽ തിരിച്ചറിയൽ മാത്രമല്ല, നിയമപരമായി അത് നാട്ടിൽ വലിയൊരു പ്രശ്നമാണ്, സാമൂഹിക പ്രശ്നമാണ്. അതിന്റെ പിന്നിൽ പാർട്ടിയാണ്. അതിന് പാർട്ടി അല്ലെങ്കിൽ പോലീസ് സ്വിച്ചിട്ടതുപോലെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എന്തിനാ അന്വേഷണം നിർത്തിയത്? എന്തിനാ കോടതിയിൽ അന്വേഷണം അവസാനിപ്പിക്കുന്ന റിപ്പോർട്ടിലേക്ക് പോയത്? പാർട്ടി ഇല്ലെങ്കിൽ അപ്പൊ ഇത്തരം ചെയ്ത്തുകളെ CPM അനുകൂലിക്കുന്നുണ്ടോ? വടകരയോടോ കേരളത്തോടോ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. രാഷ്ട്രീയ വിരോധം വെച്ച് നമ്മൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, എതിർത്തോട്ടെ, വേറെ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. പക്ഷെ അതല്ലല്ലോ കാര്യം. വ്യാജമായി അത്തരം ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാനുള്ള ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിനെ പരസ്യമായിട്ട് ഇങ്ങനെ ഓൺ ചെയ്യാന്ന് പറഞ്ഞ അവൻ സ്വീകരണവും ആഹ്ലാദ പ്രകടനമല്ല ജാമ്യം കിട്ടുമ്പോൾ നടത്തുന്നത്. എന്ത് ശ്രമത്തിന് വേണ്ടിയാ? അല്ല, അന്വേഷണം സത്യസന്ധമായും നിഷ്പക്ഷമായും മുന്നോട്ട് പോകണം. ഞങ്ങൾക്ക് അതിനകത്ത് വേറെ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സത്യസന്ധമായും നിഷ്പക്ഷമായിട്ടും അന്വേഷണം മുന്നോട്ട് പോകണം. പക്ഷെ ഇത്രയും കാലതാമസം ഉണ്ടാക്കിയത് തന്നെ പല കാര്യങ്ങൾ മൂടി വെക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത്. അപ്പോൾ അതില് ഇത് പുറത്ത് പ്രചരിപ്പിച്ചവർ മാത്രമല്ല, ഇത് ചെയ്തവരെയും മറ്റു ആൾക്കാരെ ആരൊക്കെയാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും നാടിന്റെ ഐക്യത്തിന് വേണ്ടി കണ്ടെത്തി ശിക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അക്കാര്യത്തിലുള്ള നിലപാട്.